നമുക്ക് ഇന്നൊരു ജൂവൽ ഷേപ്പ് നെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളൊരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക, അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഒരു 3.5 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുക. ദെൻ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ട അതിനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് 6 ഇഞ്ച് നെക്കാണ് വേണ്ടത്, ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെയും ഒരു 3.5 ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ അതൊരു സ്ക്വയർ ഷേപ്പ് ആക്കുക. ഒരു സ്കെയിൽ യൂസ് ചെയ്ത് നമ്മൾ അതിനൊരു സ്ക്വയർ ഷേപ്പ് ആക്കുക. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ള ഒരു ഷീറ്റ്, ഒരു സ്ക്വയർ പീസാണ് നമ്മൾ വരച്ചേക്കുന്നത്. അതിൽ നമുക്കൊരു 3 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഒരു സ്ക്വയറും കൂടി വരയ്ക്കാം. ഇവിടെ നമ്മൾ 3 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇത് എന്നിട്ടൊരു സ്ക്വയർ ആക്കുക. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഇവിടുന്ന് നമുക്കിപ്പോൾ ഒരു 3.5 ഇഞ്ച് കിട്ടും. ഇവിടെ 3.5-4 ഇഞ്ചോളം കിട്ടും. 3.25 ഇഞ്ചുണ്ട്. ആ 3.25 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് ഒരു വര വരയ്ക്കുക. ചരിച്ചൊരു വര വരയ്ക്കുക രണ്ടാമത്തെ ലൈനിലേക്ക്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 1 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. നമ്മൾ മാർക്കിങ്ങിലൂടെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ടോപ്പിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കുക. അത് ബ്രിഡ്ജ് എന്ന് പറയും. നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ നെക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, ക്ലോത്തിലേക്ക് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പിൻ വെച്ചിട്ട് നമുക്കിതൊന്ന് സേഫായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ക്യാൻവാസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഇനി ഈ കട്ടിംഗ് ആണ് നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യേണ്ടത്. ഈ ലൈൻ വരച്ചേക്കുന്നതാണ് നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വരച്ച ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജ് കൂടി വേണം, ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഈ ബ്രിഡ്ജ് കൂടി വേണം നമ്മൾ അടുത്ത കട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ പിന്നൂരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി, ഒരു ജൂവൽ നെക്ക് കിട്ടി. ഇനി നമുക്കിത് ഒരു ക്ലോത്തിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലോത്തിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ക്യാൻവാസിന് 2 പോർഷൻ ഉണ്ട്. ഒന്ന് നമ്മളിങ്ങനെ അയൺ ബോക്സ് വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിക്ക് ആവണ പോർഷനും ഉണ്ട്. അതിനൊരു മിനുസം ഉണ്ടാവും. അതിന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മിനുസം ഉണ്ടാവും. ഇതാണ് ആ പോർഷൻ. ഇതെന്ന് പറയുന്നത് ചുമ്മാ ഒരു പോർഷനാണ്. അപ്പോൾ ഈ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ആ മിനുസമുള്ള പോർഷൻ വേണം നമ്മൾ ക്ലോത്തിലേക്ക് വെക്കാൻ. അതായത് ഈ പോർഷനാണ് മിനുസം ഉള്ളത്. നമ്മളിങ്ങനെ ക്ലോത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഇഞ്ച് വീതിയിൽ ഇതൊന്ന് ഈ പേപ്പർ, അതായത് ഈ ഷീറ്റ്, ഈ തുണിയുടെ 1 ഇഞ്ച് വീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ ഈ തുണിയിലേക്ക് ഇങ്ങനെ മടക്കി, ഈ ക്യാൻവാസിലേക്ക് ഈ തുണി ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇതിലങ്ങ് കട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ
കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിനും, അതായത് ഈ പോർഷൻ വേണ്ട, ബാക്കിയുള്ള ഈ പോർഷൻ, അതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ഇവിടെയൊക്കെ ഒരു കട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചുളിവുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മടങ്ങി, ഇവിടെ ഇങ്ങനെ മടങ്ങി നമുക്ക് ആ സ്റ്റിച്ച് വന്നോളൂ. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പോർഷനിലൊക്കെ ഒരു കട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണതാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാൻവാസിലേക്ക് ഈ തുണി നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് റൗണ്ടിൽ നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ അത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു തുണി നമുക്ക് വേണ്ട, അതായത് ഈ ക്യാൻവാസിന്റെ നേരെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ സെന്റർ പോർഷനിൽ, അതായത് ഈ നെക്കിന്റെ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, എന്നാലും നമുക്ക് കറക്റ്റ് നെക്ക് കിട്ടത്തുള്ളൂ. നെക്കിന്റെ സെന്റർ പോർഷനിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കാം. ദെൻ ഇതൊരു ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്, ഫ്രണ്ട് പീസ് ആണ് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഈ ചുരിദാറിന്റെ ഇത് ആ ഫ്രണ്ട് നെക്ക് വെക്കേണ്ട പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ സെന്റർ പോർഷൻ, ഇത് ഞാൻ രണ്ടായിട്ട് മടക്കിയേക്കുവാണ്. ഇതിന്റെ സെന്റർ പോർഷനിൽ നിങ്ങളൊരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മുടെ ടോപ്പിന്റെ, അതായത് ടോപ്പ് ഫ്രണ്ട് നെക്ക് ടോപ്പ്, ഈ തുണിയുടെ നല്ല വശത്തേക്ക് ഈ ക്യാൻവാസിന്റെ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അതായത് ഈ സെന്റർ പോർഷനിൽ നമ്മൾ ഞോച്ചിട്ടില്ലേ, ക്യാൻവാസിന്റെ സെന്റർ പോർഷനിൽ ഞോച്ചിട്ട് ഈ തുണിയുടെ സെന്റർ പോർഷനിൽ ഞോച്ചിട്ട്, അപ്പൊ ഈ നോച്ചും തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് നമ്മളൊരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് സെന്റർ പോർഷനിൽ കിട്ടത്തില്ല. പിന്നെ ഈ ബ്രിഡ്ജ് ഇട്ടതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതാകുമ്പോൾ ഈ കറക്റ്റ് ഇതായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രിഡ്ജ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ നെക്ക് നമ്മളിങ്ങനെ വെക്കുമ്പോൾ രണ്ട് വശത്തേക്ക് അങ്ങനെ നിൽക്കും. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല. ഇനി നമുക്ക് ഈ സ്റ്റിഫിലെ നെക്ക് നമ്മുടെ ഈ തുണിയിലേക്ക്, നല്ല ക്ലോത്തിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാൻവാസ് കയറരുത്. നമ്മൾ ഈ ക്യാൻവാസിന്റെ തൊട്ട് പറ്റേ കൂടി വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരാനായിട്ട്. കാണിച്ചു തരാം. നമ്മളിങ്ങനെ വെച്ചിട്ട് ാണ്ട് തൊട്ട് പറ്റേ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ കേസിന് നൂലുണ്ടാകുന്ന കൂടി ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ നൂലിടാൻ പോവുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിപ്പോവും. എന്നിട്ട് നമ്മുടെ ഈ മൂലഭാഗത്ത് നമ്മൾ ഈ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമ്മളൊരു നൂലെടുത്ത് വെക്കുക. ഈ നൂലെടുത്ത് വയ്ക്കുക. കാരണം ഈ ജുവൽ നെക്കിനൊക്കെ ഈ പോയിന്റ് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു നൂലെടുത്ത് വെച്ചിട്ട് നൂലിങ്ങനെ കട്ട് ചെയ്യുക. അതിനൊരു 3-4 ലെയറായിട്ട് നമ്മൾ മടക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സൂചി കുത്തി നിർത്തിയിട്ടില്ലേ, ആ പോർഷനിലേക്ക് നമ്മൾ ഈ നൂലിങ്ങനെ കടത്തി കൊടുക്കാം. അപ്പോൾ ഒരു നൂല് സൂചിയുടെ അപ്പുറത്തേക്കും ഒരു നൂല് സൂചിയുടെ ഇപ്പുറത്തേക്കും എന്നുള്ള രീതിക്ക് ഇങ്ങനെ കടത്തി കൊടുക്കുക. നമ്മളിങ്ങനെ നൂല് വയ്ക്കുമ്പോൾ ഈ സൂചിയിൽ ഇങ്ങനെ തടയുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത്
താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിങ്ങനെ പെടലിങ്ങനെ പൊക്കിയിട്ട് വീണ്ടും നമ്മൾ അതുപോലെ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് ഇങ്ങനെ ഈ സൂചി കുത്തി നിർത്തിയെടുത്ത് ഒരു നൂല് ഉള്ളിലേക്കും പോകണം, ഒരു നൂല് പുറത്തേക്ക് നിൽക്കണ രീതിയിൽ. കണ്ടോ, ഒരെണ്ണം പുറത്തേക്ക് നിൽപ്പുണ്ട്, ഒരെണ്ണം ഇപ്പുറത്ത് ഉള്ളിലേക്ക് നിൽപ്പുണ്ട്. ഈ രീതിക്ക് നമ്മൾ വെക്കണം. ഈ രീതിക്ക് നമ്മൾ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നെക്ക് കറക്റ്റ് ആണോ നോക്കി നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാൻ പിന്നൂരി മാറ്റി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ, നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ, ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ആ സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ, കൊള്ളാണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു ഞോച്ചിട്ട് കൊടുക്കുക. ഞോച്ചിട്ട് കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ ആ ഇത് നമുക്ക് തിരിഞ്ഞ് കിട്ടും. അപ്പം ഇതുപോലുള്ള പോർഷനിലൊക്കെ നമ്മളൊന്ന് നോച്ചല്ല, നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അത്ര ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് അങ്ങ് പറിച്ച് കളയുവാണെങ്കിൽ നല്ലത്. പറിക്കാൻ കിട്ടുവാണെങ്കിൽ പറിച്ച് കളയുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അവിടെ ഒരു കട്ടി തോന്നും, തിക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഈ ക്യാൻവാസ്, ഈ നീണ്ടു നിൽക്കുന്ന ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഈ നെക്കിനെ തിരിച്ചിടുക. നമ്മളിങ്ങനെ നൂലെ പിടിച്ച് വലിച്ച് ഇതിനെ കണ്ട, ഇപ്പൊ നൂലെ പിടിച്ച് വലിച്ചപ്പോൾ ഇത് നേരെ വന്നില്ലേ, അതൊരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ വന്നില്ലേ, നമുക്ക് കിട്ടിയില്ലേ. അതാണ് ആ നൂലിടണ ഗുണം. ഇല്ലെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് മറ്റേ പിന്നും സാധനവും ഒക്കെ എടുക്കാൻ പോകേണ്ടി വരും. ഇവിടെ ഒരു ഇച്ചിരി കൂടി കട്ട് വരാനുണ്ട്, അതാണ് അവിടെ തിരിയാനായിട്ട് ബുദ്ധിമുട്ട്. ഉണ്ടല്ലോ, അപ്പൊ ഈ നൂലിന്റെ ഗുണം അതാണ്. അപ്പൊ ആ നൂലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. നമുക്കപ്പോൾ ഇവിടെ ഒരു ഷേപ്പിൽ കിട്ടും, കൂർത്ത ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഇത് പെർഫെക്റ്റ് ആയിട്ടൊരു നെക്ക് കിട്ടി. ഇതൊരു സൂപ്പർ നെക്കാണ്. അപ്പം ഇതൊന്ന് ഇത്രയും നമ്മളിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അയൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം, ഇല്ല എങ്കിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാനൊന്ന് സ്റ്റിച്ചും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഈ അരികിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.